ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം പൂർത്തിയായി. നിശബ്ദ പ്രചാരണത്തിൽ മുന്നണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ കർശനം. വോട്ടർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി നാളെ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും മനുഷ്യ ശൃംഖല സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. രാജ്യത്തുടനീളം ഓൺലൈൻ LPG ബുക്കിംഗ് 96% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. വാണിജ്യ LPG വിതരണത്തിൽ 70% വർധന. സംസ്ഥാനത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം സംസ്ഥാനത്ത് പൂർത്തിയായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. മണ്ഡലങ്ങളെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയിലും ബൈക്ക് റാലിയിലും നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. കൊടിതോരണങ്ങളുടെ വർണ്ണക്കാഴ്ചകളും ജനസമുദ്രവും ഉത്സവ പ്രതീതിയാണ് സൃഷ്ടിച്ചത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രമുഖ നേതാക്കളും പ്രവർത്തകരും ചേർന്നതോടെ കൊട്ടിക്കലാശത്തിലുടനീളം തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടവീര്യം ദൃശ്യമായി. ഇനിയുള്ള 48 മണിക്കൂർ നിശബ്ദ പ്രചാരണമാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കായി 883 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാർ സംസ്ഥാനത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കും. പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ഉത്സവഭരിതമായ കലാശക്കൊട്ടിൽ 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും അണിനിരന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്. കേരളം വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനിരിക്കെ തിരുവനന്തപുരത്തെ കൊട്ടിക്കലാശം ഏറെ ആവേശകരമായി. 14 നിയമസഭാ മണ്ഡലങ്ങളിലെയും പ്രധാന ജംഗ്ഷനുകളെ കൂടാതെ പേരൂർക്കട ഉൾപ്പെടെ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലും കൊട്ടിക്കലാശം അതിന്റെ ആവേശ കൊടുമുടിയിലെത്തി. ബൈക്ക് റാലികളിലും ക്രെയിനുകളിലും JCBകളിലും മറ്റ് വാഹനങ്ങളിലുമെല്ലാം സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരുമെല്ലാം കൊടിതോരണങ്ങളും ബാനറുകളുമെല്ലാമായി ഒഴുകിയെത്തി. ബാൻഡ് മേളവും വിവിധ കലാരൂപങ്ങളുമെല്ലാം കലാശക്കൊട്ടിന് നിറപ്പകിട്ടേകി. കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്നു. പരസ്യപ്രചാരണം അവസാനിച്ചതോടെ ഇനിയുള്ള 48 മണിക്കൂർ സംസ്ഥാനത്ത് നിശബ്ദ പ്രചാരണമാണ്. ഈ സമയത്ത് പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ മൈക്ക് കെട്ടിയുള്ള പ്രചാരണമോ പാടില്ല. ജാഥകൾ, ഘോഷയാത്രകൾ, സംഗീത പരിപാടികൾ, നാടകങ്ങൾ തുടങ്ങി വോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള മറ്റ് വിനോദ പരിപാടികൾക്കും നിരോധനമുണ്ട്. ടെലിവിഷൻ, സിനിമ തുടങ്ങിയവ വഴിയും റേഡിയോയിലൂടെയും ഉള്ള പ്രചാരണങ്ങൾക്ക് നിരോധനം ബാധകമാണ്. കേരളത്തിന് പുറമെ വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും പരസ്യ പ്രചാരണം അവസാനിച്ചു. അസമിലെ 126 മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ മാസം 23 വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. പശ്ചിമബംഗാൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും ഇന്നായിരുന്നു. ഈ മാസം 23-നും 29-നും 2 ഘട്ടങ്ങളിലായാണ് പശ്ചിമബംഗാൾ വോട്ടെടുപ്പ്. കേരളമടക്കം തിരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. പരസ്യപ്രചാരണങ്ങൾ അവസാനിച്ചതോടെ സംസ്ഥാനത്ത് സുരക്ഷാ സംവിധാനങ്ങളും കർശനമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. വോട്ടെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തുടനീളം സുരക്ഷാ സംവിധാനങ്ങൾ അതീവ കർശനമാക്കിയിട്ടുണ്ട്. 76,000 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. കേന്ദ്രസേനയുടെ 160 സംഘങ്ങളും സംസ്ഥാനത്ത് ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു. അതിനിടെ ആകെ 2040 ബൂത്തുകൾ പ്രശ്ന സാധ്യതയുള്ളതായി തരംതിരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 48 മണിക്കൂർ മദ്യനിരോധനം പ്രാബല്യത്തിലുണ്ട്. സംസ്ഥാനത്ത് അടിയന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള തപാൽ വോട്ടുകളിൽ 95% രേഖപ്പെടുത്തി കഴിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വോട്ടർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി നാളെ വൈകുന്നേരം 7-ന് സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും മനുഷ്യ ശൃംഖലയും ദീപം തെളിയിക്കലും സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഒരേ സമയം 70,000 പേർ അണിനിരന്ന് ഫ്ളാഷ് ലൈറ്റുകൾ തെളിയിക്കുന്നതിലൂടെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ ബോധവൽക്കരണ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം പാളയം മുതൽ കനകക്കുന്ന് വരെ നാളെ വൈകുന്നേരം വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ.
സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാ മേഖലകളാക്കി തിരിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 76,000-ത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയൊരുക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ളത്. 2,500 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ലോക്കൽ പോലീസിനു പുറമെ സ്പെഷ്യൽ യൂണിറ്റുകളെയും ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും ഭാഗമായാണ് പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോണുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിനായി ചില ജില്ലകളിൽ ഹരിത മൊബൈൽ പൌച്ചുകൾ അവതരിപ്പിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച ഹർജികളിൽ സുപ്രീംകോടതിയിൽ വാദം ആരംഭിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. യുവതീ പ്രവേശനത്തിനുള്ള നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി ശരിവയ്ക്കണമെന്ന് കേന്ദ്രം കോടതിയിൽ രേഖാമൂലം ആവശ്യപ്പെട്ടു. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, LPG, PNG വിതരണം സാധാരണ നിലയിലെന്ന് കേന്ദ്ര സർക്കാർ. LPG വിതരണത്തിൽ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓൺലൈൻ LPG ബുക്കിംഗ് 96% ഉയർന്നതായും അവർ വ്യക്തമാക്കി. വാണിജ്യ LPG വിതരണം 70% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി മുകേഷ് മംഗൾ പറഞ്ഞു. 16 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിലായി 433 ഇന്ത്യൻ നാവികർ പടിഞ്ഞാറൻ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. All the Indian seafarers in the region are safe and no incident involving Indian flagged vessel has been reported in the past 24 hours. As of now, 16 Indian flagged vessels with 433 seafarers remains in the western Persian Gulf region. Directorate General of Shipping is in coordination with ship owners, RPSL agencies and Indian missions is actively monitoring the situation. LPG വിതരണത്തിൽ സംസ്ഥാനത്ത് വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ ഊർജിതമായി നടന്നുവരുന്നതായി സിവിൽ സപ്ലൈസ് കമ്മീഷണർ. ഗ്യാസ് ഏജൻസികളിൽ 1113 പരിശോധനകളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും കേന്ദ്രീകരിച്ച് 5809 പരിശോധനകളും നടത്തിയതിന്റെ ഭാഗമായി 251 LPG സിലിണ്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ സ്ക്വാഡിന്റെ പരിശോധനയുടെ ഭാഗമായി 71 LPG സിലിണ്ടറുകളും പിടിച്ചെടുത്തു. അനാരോഗ്യകരമായ വിപണന രീതികൾ, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് എന്നിവ തടയുന്നത് ലക്ഷ്യമിട്ടായിരുന്നു പരിശോധനകൾ. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. പാലക്കാട് ജില്ലയിൽ മറ്റന്നാൾ വരെ താപനില 38°C വരെയും കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37°C വരെയും ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ താപനില 36°C വരെ ഉയരാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. മധ്യ തെക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. വന്ദേമാതരത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്ര നിർമ്മാണ മത്സരത്തിലേക്ക് രാജ്യത്തുടനീളമുള്ള ചലച്ചിത്ര സംവിധായകരെയും സിനിമാ പ്രേമികളെയും ക്ഷണിച്ച് സാംസ്കാരിക മന്ത്രാലയം. അതുല്യമായ കഥപറച്ചിലൂടെയും സർഗാത്മകതയിലൂടെയും വന്ദേമാതരം അവതരിപ്പിക്കുന്നതിനുള്ള വേദിയായിരിക്കും ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം പൂർത്തിയായി. നിശബ്ദ പ്രചാരണത്തിൽ മുന്നണികൾ. സുരക്ഷാ സംവിധാനങ്ങൾ കർശനം. വോട്ടർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി നാളെ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും മനുഷ്യ ശൃംഖല സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. രാജ്യത്തുടനീളം ഓൺലൈൻ LPG ബുക്കിംഗ് 96% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. വാണിജ്യ LPG വിതരണത്തിൽ 70% വർധന. സംസ്ഥാനത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.